നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ദിനം 1201 കർക്കടക മാസം 10-ാം തീയതി, അതായത് 2026 ജൂലൈ മാസം 26-ാം തീയതി രവിവാരം ഞായറാഴ്ചത്തെ സൂര്യോദയം കാലത്ത് 6:16, അസ്തമയം വൈകിട്ട് 6:47 തൃശ്ശൂരിൽ. ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയം രാഹുകാലം. ആ 1.5 മണിക്കൂർ ദൈർഘ്യ സമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത, ചന്ദ്രൻ വെളുത്തപക്ഷത്തിൽ വളരെ ബലവാനായി വരികയാണ്. ഇന്ന് ദ്വാദശി തിഥിയാണ്, 12ാമത്തെ തിഥി വെളുത്തപക്ഷത്തിൽ. അത് കഴിഞ്ഞ് 13, പിന്നീട് ചതുർദശി, ത്രയോദശി, ചതുർദശി, അവസാനം പൗർണമി. 15ാമത്തെ ദിനത്തിന് പൗർണമി എന്ന് പറയും. വെളുത്ത വാവിനി, കറുത്ത വാവാണെങ്കിൽ അമാവാസി. ഇപ്പോൾ വെളുത്തപക്ഷത്തിലാണ്, അതിനാൽ ചന്ദ്രൻ വളരെ ബലവാനാണ്. ഇന്നത്തെ ദിനത്തിൻ്റെ നക്ഷത്രം കാലത്ത് 7:30 വരെ തൃക്കേട്ട നക്ഷത്രം, നാം ഒരു ശുഭകാര്യങ്ങൾക്കും സ്വീകരിക്കാത്ത നക്ഷത്രം. അത് കഴിഞ്ഞാലോ വെളുത്തപക്ഷയിലെ മൂലം നക്ഷത്രം. പഴയകാലത്ത് നാട്ടിലൊരു ചൊല്ലുണ്ട്, ആൺമൂലം അറകെട്ടി വാഴും. മൂലം നക്ഷത്രം പുരുഷനാണെങ്കിൽ അദ്ദേഹം രാജാവായി വാഴും, പെൺമൂലം പെരുവഴിയിൽ നിന്ന്. അപ്രകാരം തന്നെ മൂലം പിറന്നാൽ മുടിചൂടും എന്നൊക്കെ പല ജ്യോതിഷികളും മൂലം നക്ഷത്രക്കാരെ പുകഴ്ത്തി സംസാരിക്കാറുണ്ട്. ഏതായാലും ഇവിടെ വെളുത്തപക്ഷത്തിലെ മൂലമാണ്. നാം ശുഭകാര്യങ്ങൾക്കെല്ലാം തന്നെ മൂലം നക്ഷത്രം ഉപയോഗിക്കാറുണ്ട്. ചോറൂൺ നക്ഷത്രമായാലും വിദ്യ സമർപ്പിക്കുന്ന വിഷയത്തിലായാലും വിദ്യാദാനത്തിന് ഒക്കെ തന്നെ മൂലം നക്ഷത്രം വളരെ നല്ലതാണ്. പക്ഷേ മൂലം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ഗണ്ടാന്തമാണ്, കാല് ഉണ്ട് മൂലം നക്ഷത്രത്തിന്. പക്ഷേ പലപ്പോഴും നാം ആദ്യത്തെ 3:45 നാഴിക ഉപേക്ഷിച്ചാൽ തന്നെ ആ കാഠിന്യം വഴിമാറുന്നതാണ്. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് മൂലം നക്ഷത്രം നല്ലതാണ്. പക്ഷേ മൂലം നക്ഷത്രത്തിനൊരു വലിയ ബുദ്ധിമുട്ട് ആചാര്യൻ പറയുന്നുണ്ട്. എന്താണ് ബുദ്ധിമുട്ടെന്ന് നിങ്ങൾ അറിയണം. മൂലം നക്ഷത്രം വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ്. കൃത്രിക, ഭാഗ്യം, മൂലാശ്ച, മക, ചിത്രാച, രേവതി. കൃത്രിക കാർത്തിക, ഭാഗ്യം എന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി. ഈ നക്ഷത്രങ്ങൾ ആദാതവ്യം എന്ന ദാതവ്യം, വാങ്ങരുത് കൊടുക്കരുത്. തച്ഛേഷന്തി വിനശ്യതി, അതിൻ്റെ ബാക്കി പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്നു. അതിനാൽ വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് മൂലം നക്ഷത്രം എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. സർപ്പക്ഷേത്ര സന്ദർശനം വളരെ നല്ലതാണ്. ആയില്യപൂജ, സർപ്പപൂജ ചെയ്യുക. കാരണം എന്താണ്? മൂലം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം കേതുവാണ്. അശ്വതി, മകം, മൂലം ഈ നക്ഷത്രങ്ങളെ ഭരിക്കുന്നു കേതു. കേതു ആരാകുന്നു? രാഹുവിൻ്റെ വാലാകുന്നു. സർപ്പത്തിൻ്റെ ശിരസ്സാണ് രാഹു, അതിൻ്റെ ഉടൽ വാലാകുന്നു കേതു. അതിനാൽ നഗക്ഷേത്ര സന്ദർശനം വളരെ നല്ലതാണ്. ആയില്യപൂജ, സർപ്പബലി ചെയ്യുക. നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന ചെയ്യാം. നിങ്ങളുടെ പ്രാർത്ഥനയോ ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ. ഈ മന്ത്രം ചിന്മുദ്രയിൽ ഒരു 9 തവണ അല്ലെങ്കിൽ 18 തവണ ജപിക്കും. സർപ്പപ്രീതി ചെയ്യണം. തൻ്റെ സന്താന പരമ്പരയ്ക്കും തൻ്റെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ്. നാഡീ ഞരമ്പുകളെയാണ് രാഹുകേതുക്കൾ എന്ത് ചെയ്യുന്നത്? ഭരിക്കുന്നത്. ശിരസിൻ്റെ മുകളിൽ സഹസ്രാര ചക്രത്തിൻ്റെ മുകളിലാണ് ഓറയിൽ, ശരീരത്തിൻ്റെ ഓറാശാസ്ത്രത്തിൽ രാഹുവിൻ്റെയും കേതുവിൻ്റെയും സ്ഥാനം. നാഡീ മർമ്മസു രാഹുകേതു ഗുളികാൻ നിത്യൻ സ്മരാമ്യായുഷേ എന്ന് പ്രാർത്ഥന തന്നെയുണ്ട് പ്രിയമുള്ള. ഇന്നത്തെ ദിനത്തിൽ ഏറ്റവും അനുകൂലമായി കാര്യങ്ങൾ നീക്കുവാൻ ഉള്ള സമയം കാലത്ത് 11:15 മുതൽ 12:15 വരെയുള്ള സമയം. എല്ലാ ശുഭകാര്യങ്ങൾക്കും സമയം കണ്ടെത്താം. വ്യാഴകാലഹോരയാണ്. വളരെ നല്ല ഒരു മുഹൂർത്തമാണ് ഞാൻ നൽകിയത്. വാങ്ങാനും കൊടുക്കാനും ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിനും. പലപ്പോഴും യാത്രയുണ്ടാകാം, അപ്രകാരത്തിന് പല പ്രധാനപ്പെട്ട സംസാരങ്ങളുണ്ടാകാം. അതിനൊക്കെ ഈ സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മാക്സിമം പരമാവധി ഉപയോഗപ്പെടുത്തുക. നന്ദി, നമസ്തേ.